അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് എന്ന് പറയുന്നത് ഈ കാണുന്ന മനോഹരമായ ഒരു ബോക്സ് സ്റ്റെപ്പ് വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പരിചയപ്പെടുത്തിയ ഈ കാണുന്ന വീടിന് സമീപത്തായിട്ടാണ്. 4 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ പണികഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ റോഡ്. ഏകദേശം 30ഓളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു വില്ലയിൽ തന്നെയാണ് ഈ വീടും വരുന്നത്. എല്ലാ ഡബിൾ സ്റ്റോറീസ് ആയിട്ട് പണികഴിപ്പിച്ചിരിക്കുന്ന വീടുകളുടെ സമീപത്തായിട്ട് പണികഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറീസ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഒരു മീഡിയം ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ വീടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം കാണുന്ന പോലെ ഒരു ബോക്സ് ടൈപ്പായിട്ട് കണ്ടംപററി മിക്സ് ആയിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വലിയ കളർ കോമ്പിനേഷനൊന്നും കൊടുക്കാതെ പ്ലെയിനായിട്ട് ചെയ്ത ഒരു വർക്കാണ് ഈ വീടിൻ്റെ എലിവേഷൻ നൽകിയിട്ടുള്ളത്. ഒരു കോർണറിൽ മനോഹരമായ ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന വാതിലുകളെല്ലാം തന്നെ ഫ്രണ്ടിലെല്ലാം തന്നെ പ്ലാവും അകത്ത് അൽക്കേഷ്യയും ആഞ്ഞിലിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ എൻട്രൻസ് മുഴുവനായിട്ട് നമ്മൾ ഇൻ്റർലോക്ക് നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട്. 2 വണ്ടി നമുക്കിവിടെ ഈ മുറ്റത്ത് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. കൂടാതെ വാട്ടർ സോഴ്സിന് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണ്. ഒപ്പം മനോഹരമായ ഒരു കൊച്ചു ഗാർഡനും ഈ വീടിൻ്റെ 2 സൈഡിലും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ലുക്കാണ് വീടിന് നൽകിയിരിക്കുന്നത്. തറ മുഴുവനും ഇൻ്റർലോക്ക് ഇട്ട് മനോഹരമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ ഒരു കൊച്ചു ഗാർഡൻ ഈ ഒരു കോർണറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു മുറ്റം തന്നെയാണ്. 2 വണ്ടി നമുക്ക് വലിയ തടസ്സമൊന്നുമില്ലാതെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. വന്ന് കയറുന്നതിന് 5 മീറ്റർ റോഡ് നൽകിയിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഒരു 60 മീറ്ററാണ് ഇവിടെ എത്തിച്ചേരേണ്ട ദൂരം. കാണുന്ന പോലെ തന്നെ ഇതാണ് ഈ സിറ്റ് ഔട്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് പ്ലാവിൻ്റെ ക്ലാഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മുഴുവൻ വുഡൻ ക്ലാഡിങ്ങും ഉണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ 2 റൗണ്ട് വ്യൂസൊക്കെ നൽകി ക്രമീകരിച്ച ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് നിർമ്മിച്ച ഒരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. പ്ലാവിൻ്റെ ക്ലാഡിംഗ് ആണ് മനോഹരമായിട്ട് തടിയിൽ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒരുക്കിയിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ കാണുന്ന പോലെ മനോഹരമായ രീതിയിൽ നമുക്ക് ഫോൾ സീലിങ്ങിൻ്റെ വർക്കൊക്കെ നൽകി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിന് എൻട്രൻസിൽ മനോഹരമായ പ്ലാവിൻ്റെ കൊത്ത് വർക്കൊക്കെ ചെയ്ത മനോഹരമായ ഒരു ഡബിൾ ഡോറാണ് നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കുകൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡോർ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫോൾ സീലിങ്ങിൻ്റെയൊക്കെ മനോഹരിത നമുക്കിതിവിടെ കാണാം. ഒരു പാർട്ടീഷൻ വാളായിട്ടാണ് ഈ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല ഡിസൈനൊക്കെ നൽകി CNC കട്ടീസൊക്കെ കൊടുത്തുകൊണ്ട് ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു തടസ്സവും കൂടാതെ നമുക്കിവിടെ കോർണർ സോഫയൊക്കെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ 2 ഷോക്കേസൊക്കെ ഈ വാളിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള രീതിയിൽ ക്രമീകരിച്ച ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഈ വീടിന് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം ഈ TV യൂണിറ്റിൻ്റെ പുറകിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പാർട്ടീഷൻ വാളായിട്ടാണ് TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ചുവരിലെല്ലാം തന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ വുഡൻ്റെ വർക്കാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയും ഫോൾ സീലിംഗ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷനും വാം വൈറ്റിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും മനോഹരമായ വുഡിൻ്റെ വർക്കുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ TV യൂണിറ്റിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ചെറിയ ക്രോക്കറി ഷെൽഫും എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു 8 ചെയർ ഇടാൻ പറ്റുന്ന ഒരു ടേബിൾ നമുക്കിവിടെ ഇടാനായിട്ട് സാധിക്കും. കൂടാതെ ഇതിൻ്റെ ഒരു വശത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. ഒരു ടേബിൾ ടോപ്പായിട്ട് ഒരു കോർണറിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിയിട്ടുള്ള ഒരു സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കിച്ചണിലേക്ക് നോക്കാം. ഡൈനിങ്ങിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായ രീതിയിൽ സ്റ്റോറേജ് സ്പേസൊക്കെ നൽകി തന്നെയാണ് കിച്ചൺ ക്രമീകരിച്ചിട്ടുള്ളത്.
പവർ പ്ലഗും ഫ്രിഡ്ജിൻ്റെ ഏരിയയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യ സൗകര്യമുള്ള രീതിയിൽ നൽകിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് വളരെ കളർഫുള്ളായ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടുത്തെ കിച്ചന് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ പുറകിലായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അലക്കുകല്ലും മുകളിലോട്ട് ടെറസിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയറും ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് പച്ചക്കറി നടുന്നതിനായിട്ടുള്ള സ്ഥലവും ചെറിയ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സൗകര്യം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും കൂടെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ വീടിൻ്റെ പുറകു ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. മനോഹരമായ സ്പേഷ്യസ് ആയ ഒരു റൂമാണ്. നമുക്ക് അലമാര ഇല്ല എന്ന് തോന്നുമെങ്കിലും നമ്മളിവിടുത്തെ അലമാര നൽകിയിരിക്കുന്നത് വീടിൻ്റെ മുകളിലായിട്ടാണ്. നല്ല ലെങ്തി ആയിട്ട് ക്രമീകരിച്ച സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാം. മനോഹരമായ റോയൽ പ്ലേയുടെ വർക്ക് വീടിൻ്റെ ചുവരിന് നൽകിയിട്ടുണ്ട്. ഒരു അറ്റാച്ച് ബാത്റൂം ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കെരോവിറ്റ് എന്ന കമ്പനിയുടെ സാനിറ്ററി വെയേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യ സൗകര്യമുള്ള ഒരു ബാത്റൂമായിട്ട് തന്നെയാണ് ഈ റൂം അറ്റാച്ചായി നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ 3 റൂമുകളാണ്. രണ്ടാമത്തെ റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് രണ്ടാമത്തെ റൂം. ഇവിടെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വുഡൻ വർക്ക് ഒരു ചുവരിന് നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ 12x10 എന്ന സൈസിലുള്ള റൂമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. 4 ഡോറിൻ്റെ ഒരു ഡ്രസ്സിങ് ടേബിൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അലമാര ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റാച്ചായി തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു റൂം തന്നെയാണിത്. കാണുന്ന പോലെ തന്നെ ടൈൽസ് എല്ലാം നൽകി ഹീറ്റ് ആൻഡ് പ്രൊവിഷനൊക്കെ കൊടുത്തുകൊണ്ട് ഒരു വാഷ് ബേസിൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു അറ്റാച്ച് ബാത്റൂം തന്നെയാണ് നമ്മൾ ഈ റൂമിന് നൽകിയിരിക്കുന്നത്. അപ്പം ഇതാണ് 2 റൂമിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് മൂന്നാമത്തെ റൂമിൻ്റെ വിശേഷം കൂടെ നോക്കാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമായാണിത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വുഡൻ വർക്കുകൾ കാണാം. വളരെ സ്പേഷ്യസായ ഒരു റൂം തന്നെയാണിത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിങ് ടേബിൾ ഉൾപ്പെടുന്ന രീതിയിലൊരു അലമാര ക്രമീകരിച്ചിട്ടുണ്ട്. അറ്റാച്ചായി തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിരിക്കുന്നത്. സ്പേഷ്യസായ ഒരു ബാത്റൂം മറ്റ് റൂമുകളിൽ പോലെയുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. 4 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിന്ന് 3.5 കിലോമീറ്റർ മാറി പുളിയറക്കോണത്തിന് സമീപം കാവിൻപുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നൊരു 100 മീറ്ററിനകത്ത് മാത്രം ബസ് സ്റ്റോപ്പിൽ നിന്ന് ദൂരം വരുന്ന ഈ വീട് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 53 ലക്ഷം രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. വാങ്ങാനും കാണുവാനും താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.